Hey guys, it's me Prajimshan. Welcome to my channel. 2025 ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ സ്ഥലം ഒരു വലിയ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നെല്ലിയാമ്പതി ഫിക്സ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പിപ്പിടിച്ച് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. പിന്നെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അടിപൊളിയാണ് കാണാൻ തന്നെ. നല്ല കാറ്റായിരുന്നു കേട്ടോ അവിടെ. വഴിയിൽ ഇതേപോലെയുള്ള മരങ്ങളായിരുന്നു നിറച്ചും. അന്ന് നമ്മൾ മുതലമട പോയപ്പോൾ ഈ ഒരു വള്ളിയിൽ കയറി തൂങ്ങരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്ഷീണം നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. വള്ളിയിൽ തൂങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കരിക്കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് പോത്തുണ്ടി ഡാം വരുന്നത് കേട്ടോ. 20 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ വരുന്നത്. ഈവനിങ് ടൈമിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിക്ക് കയറിയതുകൊണ്ട് നമ്മൾ അവിടെ എത്തിയത് ഒരു ഉച്ച സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ ആരും പോകരുത്, നല്ല വെയിലായിരുന്നു. ഡാമിൻ്റെ മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ അടിപൊളി വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഡാം മാത്രമല്ല കേട്ടോ കാണാനായിട്ട്. താഴെ ഒരു ഗാർഡനും കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും പിന്നെ അതേപോലെ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയാനായിട്ടുള്ളത് നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ ഇവരിവിടെ സൂക്ഷിച്ചേക്കുന്നത്. എൻ്റെ കൂടെ വന്ന 2 കുഞ്ഞു കുട്ടികളാണ് ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ നെല്ലിയാമ്പതിക്കുള്ള യാത്ര തുടങ്ങുവാണ് കേട്ടോ. ആദ്യം തന്നെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും. പിന്നെ നമുക്കൊരു സ്ലിപ്പ് കൂടെ തരും. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവരെ ഏൽപ്പിക്കണം. പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. ചെന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടത് ഒരുപാട് ട്രക്കിംഗ് ജീപ്പുകളൊക്കെ സൈഡിൽ ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തത് ട്രക്കിംഗ് തന്നെയാണ്. ഈ ഒരു സ്ഥലം ആക്ച്വലി സീ ലെവലിൽ നിന്ന് 3500 അടി മേലെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെയും 1000 അടി ഉയരത്തിലേക്കാണ്. അങ്ങനെ നമ്മളുടെ ട്രക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ചേട്ടനാണ് നമ്മൾ കാഴ്ചകളൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നത്. പോകുന്ന വഴിക്ക് ഓറഞ്ചിൻ്റെ തൈകളെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാണാം കേട്ടോ. പക്ഷേ ഈ തവണ ഓറഞ്ചൊന്നും ഉണ്ടായില്ല എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളെല്ലാം ചേട്ടൻ നന്നായിട്ട് തന്നെ വിവരിച്ച് തന്നു കേട്ടോ. ദാ ഇവിടെ നിന്ന് നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ് ഈ കാട്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ നമ്മൾ മൃഗങ്ങളെയൊക്കെ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പാസ് എടുക്കേണ്ടത് കേട്ടോ. 100 രൂപയാണ് വണ്ടിക്ക് വരുന്നത്. അതേപോലെ 50 റുപ്പീസാണ് പെർ ഹെഡിന് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഈ ഒരു മയിലിനെയാണ് കേട്ടോ.
കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ടുപേരും നടന്നു പോകുന്നത് കണ്ടത്. ആക്ച്വലി നമ്മൾ ഈ കയറി പോകുന്ന കുന്നിൻ്റെ ഏറ്റവും മേളിൽ താമസിക്കുന്ന ആളുകളാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തിയിട്ടോ. ഇതാണ് മിന്നാമ്പാറ. അടിപൊളി കാറ്റായിരുന്നു ഇവിടെ. കാറ്റ് മാത്രമല്ല കേട്ടോ, നല്ല തണുപ്പും കൂടെ ആയിരുന്നു. ഇതാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്ന കൊല്ലങ്കോടിൻ്റെ ആ ഒരു വിഷ്വൽസ് കേട്ടോ. ഞാൻ കണ്ട ആ ഒരു ഭംഗി ഇതിലൂടെ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്കുള്ള യാത്ര തുടർന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട് വരുന്നത്. നമ്മൾ കയറി വന്ന മലയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. ചേട്ടനൊരല്പം സാഹസികത കൂടുതലായിരുന്നു. ഏതോ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി തന്നു. ഈ ഒരു സ്പോട്ടിൻ്റെ പേരാണ് മാട്ടുമല. ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിൽ തന്നെ നല്ല കാറ്റായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ 2 ഇരട്ടി കാറ്റായിരുന്നു ഉണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ ആ ഒരു സ്പോട്ടിൻ്റെ യഥാർത്ഥ ഭംഗി. ഭ്രമരം സിനിമയുടെ കുറച്ച് സീൻസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് കാണാം. ഈ ഒരു കാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വിഷ്വലിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മലമുകളിലെ കാഴ്ചകളെല്ലാം തന്നെ കണ്ട് താഴേക്ക് തിരിച്ചു പോന്നു കേട്ടോ. നമ്മൾക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ ഒറ്റ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നെല്ലിയാമ്പതി വന്നിട്ട് ഇതേപോലുള്ള ട്രക്കിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. റിൻഷാദ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ഏകദേശം വൈകിട്ടായിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ എങ്ങും കയറിയില്ലായിരുന്നു. നേരെ നമ്മൾ തിരിച്ചു പോരുവാണ് ചെയ്തത്. അപ്പോൾ തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയായിരുന്നു. അപ്പോൾ തൃശ്ശൂരുള്ള ഫുഡ് ആൻഡ് ഫണ്ണിലാണ് നമ്മൾ കയറിയത് കേട്ടോ. ആദ്യം നമ്മൾ സ്റ്റാർട്ടേഴ്സാണ് പറഞ്ഞത്. പിന്നെ മെയിൻ കോഴ്സ് വന്നപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി ഞാനോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.